ഇനി കോഴിക്കോടേക്കാണ്. ദീപക് തരമണം. കോഴിക്കോട് ജില്ലയിൽ നല്ല മഴയാണ്. മഴ പെയ്യുന്ന കടലിന് സമീപം നിന്ന് ദീപക് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. പറയൂ വിശദാംശങ്ങൾ. എങ്ങനെയാണ് കോഴിക്കോട് ബീച്ചിലും പരിസരങ്ങളിലും മഴ എങ്ങനെയാണ്? തകർക്കുകയാണ്. ഇന്ന് മഴ ഉണ്ടാകില്ലെന്നാണ് കാലത്ത് പ്രതീക്ഷിച്ചത്, പുലർച്ചെ പ്രതീക്ഷിച്ചത്. പക്ഷേ കനത്ത മഴയാണ് SKN. കനത്ത മഴയും കാറ്റുമാണ്. അതായത് നമ്മൾ പോലും പൊങ്ങിപ്പോകുന്ന വിധത്തിലുള്ള കാറ്റായിരുന്നു ഇത്രയും നേരം അടിച്ചത്. കോഴിക്കോടിന്റെ പല മേഖലകളിലും കാലവർഷത്തിന്റെ ചെറിയ തോതിലുള്ള കെടുതിയുണ്ട്. കുറ്റ്യാടിയിൽ മരം വീണ് റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത വിധത്തിലായി. പിന്നീട് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് അത് നീക്കം ചെയ്തത്. അതുപോലെ തന്നെ മാവൂർ ഭാഗത്ത് സ്ഥിരമായി ഉള്ളതാണ് ഈ കൃഷി വെള്ളം കയറുന്നത്. കാരണം താഴ്ന്ന പ്രദേശത്താണ് ഈ വാഴകൃഷിയൊക്കെ നടക്കുന്നത്. അവിടെ വെള്ളം കയറി. ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് കടപ്പുറത്താണ്, സൗത്ത് ബീച്ചിലാണ്. സൗത്ത് ബീച്ചിലെ കാഴ്ച വളരെ അപകടകരമായ കാഴ്ചയാണ്. കടലിങ്ങനെ കലിതുള്ളി കരയിലേക്ക് വരുന്ന കാഴ്ചയാണ്. നമ്മുടെ ക്യാമറമാൻ ബ്രജിൽ ഒന്ന് പാൻ ചെയ്താൽ കാണാം. SKN കാണുന്നില്ലേ? പ്രേക്ഷകർക്ക് കാണാം. ഇതാ ഈ കടലിങ്ങനെ കലിതുള്ളി വരുന്നു. ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ ഇങ്ങനെ കരയിലേക്ക് ആഞ്ഞടിക്കുകയും ഈ കരയുടെ ഭാഗം ഈ രീതിയിൽ അടർന്നടർന്ന് പോകുന്ന കാഴ്ചയും കാണാം SKN. ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞു പോയി ഏതാണ്ട് അറ്റത്താണ്. ഇങ്ങനെ ഈ കടൽ ആക്രമണം രൂക്ഷമായതിന്റെ ഭാഗമായി ഈ മണ്ണ് കര ഇടിഞ്ഞു പോവുകയാണ്. കര കുറയുന്ന സാഹചര്യമാണ് SKN. ഇന്ന് മഴ ഉണ്ടാകില്ല എന്നായിരുന്നു കാലത്ത് പ്രതീക്ഷിച്ചത്. പക്ഷേ കനത്ത മഴയും കാറ്റുമാണ് SKN. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കർശനമായ നിർദ്ദേശമുണ്ട്. തീരപ്രദേശത്ത് ജാഗ്രത പാലിക്കണം, മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണം, മത്സ്യബന്ധനത്തിന് പോകാനേ പാടില്ല. അങ്ങനെയുള്ള കർശന നിർദ്ദേശം. കനത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു SKN. ഓക്കെ, താങ്ക് യു ദീപക് തരമണം.